ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 40ഓളം ദിവസങ്ങളിലായിട്ട് തിയേറ്ററുകളിൽ ദിനംപ്രതി വമ്പൻ കളക്ഷൻ കോടികൾ നേരിടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സമീപകാലത്തെ ലോ ബഡ്ജറ്റ് സിനിമയാണല്ലോ സ്ത്രീ 2. ഇനിയും ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെടാത്ത ഇപ്പോഴും തിയേറ്ററുകളിലെ മികച്ച ബുക്കിങ്ങോടെ പ്രതിദിന ബുക്കിങ്ങോടെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ 2 എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 800 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമ ഏറ്റവും പുതിയ ഇൻഡസ്ട്രി വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന ഹിന്ദി സിനിമ കൂടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം തിയേറ്ററുകൾ കൊണ്ടിരുന്ന അറ്റ്ലിയുടെ SRK നായകനെ എത്തിയ ജവാൻ എന്ന സിനിമയുടെ ഇൻഡസ്ട്രി വിജയ കളക്ഷനാണ് ഇപ്പോഴത്തെ സ്ത്രീ 2 മറികടന്നിരിക്കുന്നത്. ജവാന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 582 കോടിയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ത്രീ 2വിൻ്റേത് 590 കോടിയിലേക്ക് അടുക്കുന്നു. ഫൈനൽ ഇന്ത്യൻ നെറ്റ് 600 കോടിയിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിലെ ട്രെൻഡ് വെച്ചുണ്ട്. അങ്ങനെ സ്ത്രീ 2 വമ്പൻ നേട്ടം SRK ചിത്രത്തെ മറികടന്ന് നേടിയെടുത്തിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബോളിവുഡിന് സമീപകാലത്ത് ഒരുപാട് ഇൻഡസ്ട്രീറ്റുകളാണ് പിറന്നിരിക്കുന്നത്. ബാഹുബലി 2വിന്റെ ഇൻഡസ്ട്രി നേട്ടം മറികടന്നാണ് ഷാറുഖ് ഖാന്റെ പത്താൻ കഴിഞ്ഞ വർഷം ആദ്യം ഇൻഡസ്ട്രി നേട്ടം കൈവരിച്ചത്. പിന്നാലെ ഗദർ 2 ഇൻഡസ്ട്രീറ്റായി, അതിനുശേഷം ജവാൻ ഇൻഡസ്ട്രീറ്റായി, ഇപ്പോഴത്തെ ശ്രദ്ധ കപൂറിന്റെ സ്ത്രീ 2 എന്ന സിനിമ കൂടി ആ IH നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇനി വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ, ഒപ്പം തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 420 കോടി രൂപയ്ക്ക് മുകളിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കൂടി പുറത്തു വന്ന ദിവസമാണ്. ഇപ്പോഴും പ്രതിദിനം 6-7 കോടി റേഞ്ചിൽ വിജയ് ചിത്രത്തിന് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് ആകെ ബിസിനസ് കളക്ഷനും കൂടി പുറത്തു വരുമ്പോൾ തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ 400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 500 കോടി പ്രീ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തു. റിലീസിന് മുന്നേ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തു എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. ആ 500 കോടിയിൽ 200 കോടി രൂപയും തിയേറ്റർ റൈറ്റ്സിലൂടെയായിരുന്നു. മറ്റുള്ളവയെല്ലാം തന്നെ OTT, സാറ്റലൈറ്റ്, ഓഡിയോ റൈറ്റ്സ് തുടങ്ങിയ നിരവധി ബിസിനസ് മേഖലകളിലൂടെയായിരുന്നു. എന്തായാലും വമ്പൻ പ്രീ ബിസിനസ് ആയിരുന്നു ദി ഗോട്ട് റിലീസിന് മുന്നേ നേടിയെടുത്തത്. അങ്ങനെ സിനിമയുടെ ആകെ ബിസിനസ് നോക്കുകയാണെങ്കിൽ 900 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഗോട്ടിന്റെ ആകെ ബിസിനസ് കളക്ഷൻ ഇതുവരെ എത്തപ്പെട്ടിരിക്കുകയാണ്. 400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ബിസിനസ് കളക്ഷൻ നോക്കിയാലും ഒപ്പം തിയേറ്റർ ബിസിനസ് നോക്കിയാലും വിജയകരമായി ലാഭകരമായി മാറിയ സിനിമ കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഭീമമായ നഷ്ടം വിതരണക്കാർക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ സർവകാല വിജയം നേടിയെടുത്തിരിക്കുന്നു ഗോട്ട് എന്ന നിസ്സംശയം പറയാമായിരുന്നു. ഇതിനിടയിൽ സിനിമയുടെ ശ്രീലങ്കൻ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന ശ്രീലങ്കൻ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ഗോട്ട് മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ കറൻസിയിൽ 7 കോടിയിലധികം രൂപ, അതേസമയം ലങ്കൻ കറൻസിയിൽ 25 കോടി 50 ലക്ഷത്തിലധികം രൂപയാണ് ഗോട്ട് ഇതുവരെ അവിടെ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതൊരു വൻ നേട്ടം തന്നെയാണ് എന്ന് സംശയം പറയാം. അപ്പോൾ കാത്തിരിക്കൂ ഗോട്ടിന്റെ ഫൈനൽ വരെയുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.